നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2023 IFFHS അവാർഡുകൾ ഇങ്ങനെ ഓരോന്നായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ബെസ്റ്റ് നാഷണൽ ടീം കോച്ചിനുള്ള പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അത് മറ്റാർക്കുമല്ല, ലയണൽ സ്കലോനിക്കാണ്. അർജന്റീന ഫുട്ബോൾ ലോകത്തിന്റെ തലപ്പത്ത് ഇങ്ങനെ വിരാജിച്ചൊരു വർഷമാണ്. ഫിഫ വേൾഡ് റാങ്കിങ്ങിൽ അവരാണ് ഒന്നാം സ്ഥാനത്ത് തന്നെ തുടർന്നത്. മികച്ച പ്രകടനം അവർ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഇപ്പം മികച്ച പരിശീലകനായിട്ട് IFFHS തിരഞ്ഞെടുത്തിരിക്കുന്നത് ലയണൽ സ്കലോനിയെയാണ്. മികച്ച ക്ലബ്ബ് പരിശീലകനായിട്ട് പെപ് ഗാർഡിയോളയെ നേരത്തെ തിരഞ്ഞെടുത്തിരുന്നു. ഇപ്പം മികച്ച ദേശീയ ടീമിൻ്റെ പരിശീലകനായിട്ട് ലയണൽ സ്കലോനി തിരഞ്ഞെടുക്കപ്പെടുന്നു. ആദ്യം 10 സ്ഥാനത്ത് ആരൊക്കെയാണെന്ന് നോക്കാം. സ്കലോനി അർജന്റീൻ പരിശീലകൻ, അദ്ദേഹം 185 പോയിന്റുകളുമായിട്ട് ഒന്നാമതെത്തിയപ്പോൾ ഫ്രാൻസിന്റെ പരിശീലകൻ ദിദിയർ ദെഷാംസ് 112 പോയിന്റുകളുമായിട്ട് രണ്ടാം സ്ഥാനത്താണ്. സ്കലോനിക്ക് 185 പോയിന്റുകളാണെങ്കിൽ 112 പോയിന്റാണ് ദശാംശൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. പിന്നെ മൂന്നാമത് പോർച്ചുഗലിന്റെ പരിശീലകൻ റോബർട്ടോ മാർട്ടിനസ്, നാലാമത് ലൂയിസ് ഡി ലാഫോന്റെ, അദ്ദേഹം സ്പെയിനിന്റെ പരിശീലകനാണ്. അഞ്ചാം സ്ഥാനത്ത് അർജന്റീനക്കാരനായിട്ടുള്ള പരിശീലകൻ ഉറുഗ്വായുടെ പരിശീലകൻ മാർസലോ ബിയൽസയാണ്. ആറാമത് ഹാജിമെ മൊറിയാസു, ജാപ്പാനീസ് പരിശീലകൻ, ജപ്പാന്റെ പരിശീലകൻ. ഏഴാമത് ഇംഗ്ലണ്ടിന്റെ ഗാരത്ത് സൗത്ത്ഗേറ്റ്. എട്ടാമത് ബ്രസീലുകാരനായിട്ടുള്ള അൽബേനിയയുടെ പരിശീലകൻ സിൽവിഞ്ഞോ. ഒമ്പതാം സ്ഥാനത്ത് മൊറോക്കോയുടെ പരിശീലകൻ വാലിദ് റെഗ്രോയി. പിന്നെ 10ാം സ്ഥാനത്ത് സ്റ്റീവ് ക്ലർക്ക്, അദ്ദേഹം സ്കോട്ട്ലൻഡിന്റെ പരിശീലകനാണ്. ഇതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ആ ഒരു റാങ്കിങ്. എന്തായാലും ഒന്നാം സ്ഥാനത്ത് ലയണൽ സ്കലോനി, മെൻസ് വേൾഡ് ബെസ്റ്റ് നാഷണൽ കോച്ച് 2023 ബൈ IFFHS. ആ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.